ഹലോ. ഇന്ന് കുറച്ച് കൃഷിപ്പണിയാണ്. ഇച്ചിരി സമയം കിട്ടിയപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഈ മരങ്ങളെല്ലാം അങ്ങ് മുരടിച്ച് നിൽക്കുന്നു. മുരടിച്ചെന്ന് പറഞ്ഞാൽ ഒരു വളമില്ലാത്ത പോലെ. മുരിങ്ങ അങ്ങ് ഒരുമാതിരി ഇലയെല്ലാം പഴുത്ത് നിൽക്കുന്നു. മാവിനൊരു പുഷ്ടിയില്ല. ഒരു വാഴയൊക്കെ കുലച്ചിട്ടുണ്ട്, അതിനൊരു പുഷ്ടിയില്ല. കൊച്ചു ചെടികളൊക്കെ എനിക്ക് വിശക്കുന്നേ എന്ന് പറയുന്ന മാതിരി ഒരു ഫീലിങ്. അപ്പോൾ അതിന് ഞാനൊരു വളം ഉണ്ടാക്കാൻ പോവാം. അതിൻ്റെ സാധനമൊക്കെ വാങ്ങിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വർഷാവർഷം ഉണ്ടാക്കുന്നത്, പുതുതായിട്ടൊന്നുമല്ല, വർഷാപ്പിക്കവരും ഉണ്ടാക്കുന്നത്. അതപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, എനിക്ക് പ്രയോജനമായ സാധനം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നമുക്ക് കടലപ്പിണ്ണാക്കം 1 കിലോ കടലപ്പിണ്ണാക്ക് ഞാൻ വാങ്ങിച്ചു. വേപ്പും പിണ്ണാക്കം 1/2 കിലോ, എല്ലുപൊടി, നല്ല എല്ലുപൊടി 1/2 കിലോ, പിന്നെ ഒരു 100 ഗ്രാം ശർക്കര, ഒരു കൊച്ചൊരു കഷ്ണം ശർക്കര. ഇത്ര നമ്മൾ നല്ലതായിട്ടൊരു ബക്കറ്റിനകത്തിട്ട് കലക്കി അങ്ങനെ 3 ദിവസം വെക്കണം. ഈ 3 ദിവസം വെച്ച് അതിനകത്ത് വെള്ളം ഒഴിക്കണം. ഒരു 15 ബോട്ടിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് നല്ല വലിയൊരു ബക്കറ്റ് വേണം, നല്ല അടപ്പുള്ളൊരു ബക്കറ്റ്. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിനെ അടച്ചൊരു തണലത്ത് വെക്കണം. നമുക്കതുപോലെ ഒന്ന് വെച്ചിട്ട് വരാം. ഇത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് നമുക്ക് ഈ പ്രൊവിഷൻ സ്റ്റോറിൽ കിട്ടും, എണ്ണ ആട്ടുന്നിടത്ത് കിട്ടും, എല്ലായിടത്തും കിട്ടും. എണ്ണ ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് ഞാൻ 1 കിലോ വാങ്ങിച്ചു. ഇത് ഇച്ചിരി വലിയ കഷ്ണങ്ങളാണ്, അത് കുഴപ്പമില്ല, അത് വെള്ളത്തിലിടുമ്പോൾ അങ്ങ് അലിഞ്ഞോളും. ഇത് വേപ്പും പൗഡർ, വേപ്പും പിണ്ണാക്ക്, ഇത് എല്ലുപൊടി നല്ലത് വാങ്ങിക്കണം. ഇവർ ഈ ആവി കയറ്റി പൊടിക്കുന്ന, അല്ലെങ്കിൽ മുഴുവൻ കെമിക്കലായിരിക്കും. നല്ല എല്ലുപൊടി വാങ്ങിക്കണം. ഇത് 3ഉം കൂടെ നമുക്ക്, ഇതിന് വലിയ വിലയൊന്നുമില്ല. കടലപ്പിണ്ണാക്കിന് എനിക്ക് തോന്നുന്നു 1 കിലോയ്ക്ക് 60 രൂപ 50 രൂപ എങ്ങനെയേ ഉള്ളൂ. വലിയ വിലയൊന്നുമുള്ള സാധനമല്ല. അത് ഈ എണ്ണയാട്ടത്തിനകത്ത് അവർ വേസ്റ്റായിട്ടിരുന്ന സാധനം. ഇത് നമുക്കൊരു ബക്കറ്റോട്ട് ഇടാം. 1 കിലോ കടലപ്പിണ്ണാക്ക് ഇട്ടു. നമുക്ക് പിന്നെ ആ വാങ്ങിച്ച സാധനങ്ങൾ, എല്ലുപൊടി ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ ബാക്കി, ഇത് 1/2 കിലോ ഉണ്ട്. 1 കിലോ ഞാൻ വാങ്ങിച്ചത്, ബാക്കി പകുതിയാണ്. ഇത് 1/2 കിലോ ഇട്ടു. നല്ല എല്ലുപൊടി, നല്ല സ്റ്റീംഡെന്ന് കാണണം അതേൽ. ഇത് വേപ്പും പിണ്ണാക്ക്, ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് 1 കിലോ ഉണ്ട്, അതിൻ്റെ പകുതി ഞാൻ എടുത്തതാണ്, ബാക്കി 1/2 കിലോ ഇപ്പോൾ എടുക്കുന്നത്. 1 കിലോയുടെ പകുതി ഓൾറെഡി ഞാൻ ഇതുപോലെ എടുത്തതാണ്. 1/2 കിലോ ഇട്ടു. എന്നിട്ട് നമുക്ക് ഈ കുപ്പിക്ക് ഒരു 10 ലിറ്റർ, ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്, 10 ലിറ്റർ 10 കുപ്പി വെള്ളം ഒഴിക്കണം. അത് അളന്നൊഴിക്കണം. അത് എന്നാൽ അതിൻ്റെ ആ പ്രൊപ്പോസിഷൻ ശരിയാക്കാൻ വേണ്ടിയാണ്. നമ്മൾ മഗ്ഗിൽ അളന്നൊഴിച്ചാലും മതി. ഇത് ഓരോ ലിറ്റർ ഉണ്ട്, 10 ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ ഇളക്കിയിടുക. അത് ഇളക്കി ഇങ്ങനെ അടച്ച് വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം അങ്ങ് കുതിരും. നല്ല കുതിർന്നിങ്ങനെ ഇളക്കി അടച്ച് വെക്കാൻ വേണ്ടി. ആ കടലപ്പിണ്ണാക്ക് വിളിച്ചിട്ട് കട്ടിയുള്ളത്, മറ്റേതൊക്കെ പൊടികളാണ്. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ചെടിക്ക് ഇട്ടാൽ അത് കിട്ടാൻ താമസിക്കും. ഒരു ശകലം ശർക്കര, ഒരു 100 ഗ്രാം ശർക്കര. ഞാൻ ഈ വെളിയിലിരുന്നുകൊണ്ട് ഈച്ച വരുന്നത്, ശർക്കര എടുത്തപ്പോഴത്തേന് ഈച്ച വരുന്നു. അതോടെ കിടന്ന് കലങ്ങിക്കോളും. ഇതെല്ലാം കൂടെ നമുക്കൊഴിച്ച് ബക്കറ്റോട്ടിട്ട് അടച്ച് വെക്കാം. അത് അടച്ച് വെയിലത്ത് വെക്കല്, നല്ല ടൈറ്റായിട്ട് അടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പുഴു വരും. പുഴു വന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ടൈറ്റായിട്ട് അടച്ചാൽ മതി. ടൈറ്റായിട്ട് അടച്ചില്ലെങ്കിലും വെയിലത്ത് വെക്കല്, ഇച്ചിരി തണലത്ത്. ഞാനിവിടെ ഷെയ്ഡിൻ്റെ കീഴിലാണ് വെച്ചേക്കുന്നത്. ആ തണലത്ത് വെച്ച് അത് അവിടെ ഇരുന്നോളും. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം, 2ാമത്തെ ദിവസം ഇങ്ങനെ പോയി വന്ന് ഇളക്കി നോക്കണം. ഇളക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇച്ചിരി കടലപ്പിണ്ണാക്ക് മാത്രമേ ഉള്ളാകാതെ, അങ്ങനെ ഒന്ന് ഇളക്കി അടച്ച് വെക്കണം. 3ാമത്തെ ദിവസം ഇളക്കണം. ഇളക്കിയിട്ട് നമ്മൾ 3 ദിവസം കഴിയുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ എടുക്കുക, ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാനിത് എടുത്തു നല്ലതായിട്ട് ഇളകി, എല്ലാം ഒരുമാതിരിയെല്ലാം നല്ലതായിട്ട് ഇളകിയിട്ടുണ്ട്. കടലപ്പിണ്ണാക്ക് മാത്രം 1-2 കഷ്ണമുണ്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് 1 മഗ്, ഇതിന് 10 മഗ് വെള്ളം വേണം. 10ആയിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. 1 മഗ് വെള്ളം എടുത്തിട്ട്, 1 മഗ് ഈ വളം എടുത്തിട്ട് 10 മഗ് വെള്ളം എടുത്തിട്ട് നമ്മൾ ചെടികൾക്കെല്ലാം ഒഴിക്കുക. മാക്സിമം ചെടിയുടെ ഇലയിൽ ഒഴിക്കല്ല്. ഇപ്പോൾ എൻ്റെ മോനാണ് ഒഴിക്കുന്നത്, ചെടിയുടെ ഇലയിൽ ഒഴിക്കല്ല്. ഇതൊഴിപ്പോൾ ഒരു വഴുതിനെയൊക്കെ കിളുത്ത് വരുന്നുണ്ട്. എല്ലാ ചെടിക്കും ഓരോ മഗ്. തക്കാളിയൊക്കെ അന്നേങ്ങ് ഉണങ്ങിപ്പോയതായിരുന്നു, വെയിൽ കൊണ്ട്. ഭയങ്കര വെയിലായിരുന്നു. ടെറസിൽ വെച്ച് ഞാൻ ഇപ്പോൾ എല്ലാം എടുത്ത് താഴെ വെച്ചത്. എല്ലാത്തിനും ഓരോ മഗ് വെള്ളം ഒഴിക്കുക. ആ ഡൈല്യൂട്ട് ചെയ്ത വെള്ളം ഓരോ മഗ്. പൂച്ചെടിക്കൊക്കെ ഓരോ മഗ് വെള്ളം. മാക്സിമം ചെടിയുടെ ഇല വീഴാതെ നോക്കണം. ഇങ്ങനെ വല്ലപ്പോഴും 3 മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് കൊടുത്താൽ മതി. ഇഷ്ടംപോലെ ചെടികളുണ്ട്, പക്ഷേ ഉണക്കായതുകൊണ്ട് എല്ലാം പോകണ്ട. വാഴയൊക്കെ കുലച്ചിട്ടുണ്ട് കണ്ടോ, 2-3 വാഴ കുലച്ചിട്ടുണ്ട്. ആ വാഴയ്ക്കെല്ലാം ഇച്ചിരി 2-3 മഗ് ഒഴിക്കുക. ഇതെല്ലാം വാഴ കുലച്ചതാണ്. ഒന്ന് കറിവാഴയുണ്ട്, ഒന്ന് കർപ്പൂരവള്ളിയാണെന്ന് തോന്നുന്നു. എല്ലാം ഒരു കൊച്ചു കൊല വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒഴിക്കുക. നിങ്ങളൊന്ന് ഉണ്ടാക്കി